ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീലയെ പോലീസ് പിടിച്ചു കൊണ്ടുപോവാണ്. സുശീല പറയുന്നുണ്ട്, എന്നെ പറ്റിച്ചത് സച്ചിയാണ് സാറേ, ഞാനൊന്ന് പറയുന്നത് കേൾക്കുക എന്നൊക്കെ പറയുമ്പോൾ, ഇത്രയും നിലവാരം ഇല്ലാത്ത ആളല്ല ഈ സച്ചി എന്ന് പറയുന്ന ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് അനുപമയുടെ കണ്ണിൽ അത് കാണാനായിട്ടാ. അങ്ങനെ അനുപമ ഇത് കണ്ട ഉടനെ തന്നെ ഇന്ദ്രട്ട ഒന്നെങ്കിൽ ഓടി വന്നേ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ഓടി വരണേ. എന്താണ് എന്ന് ചോദിച്ച ഉടനെ തന്നെ നമ്മുടെ അമ്മയെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയണേ. അപ്പോഴേക്കും സുശീലയെ പോലീസ് ജീപ്പിൽ കയറ്റൽ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഈ സമയം വേഗം വാ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ബൈക്കിൽ കയറ്റി അനുപമയും കൊണ്ടുപോകുമ്പോൾ അപ്പുറത്ത് ആ കടക്കാരൻ നിൽക്കുന്നുണ്ടാവും. എന്തിനാ ആ സ്ത്രീയെ അങ്ങ് കൊണ്ടുപോകുന്നത്? അതെ, 25 ലക്ഷം രൂപ വരുന്ന അത്രയും സ്വർണ്ണാഭരണവുമായി ഇവിടെ വന്നിട്ട് അവർ മുക്കുമണ്ടം കൊണ്ടുവന്നിട്ട് ഞങ്ങളിൽ നിന്നും പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ഇന്ദ്രനാകെ ഞെട്ടിപ്പോവാണ്. പിന്നീട് ഒന്നും നോക്കില്ല, ഇന്ദ്രൻ പോലീസ് സ്റ്റേഷനിലോട്ട് എത്താണ് കേട്ടോ. ഇതേ സമയമാണെങ്കിലോ സച്ചിയെയും കുടുംബത്തെയാണ് കാണിക്കുന്നത്. രാഹുലും ഈ പറയുന്ന സച്ചിയുടെ മോളും കൂടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ സച്ചിയുടെ മകളുടെ മുഖത്ത് വലിയൊരു സന്തോഷമൊന്നുമില്ല, ഭയങ്കര സങ്കടത്തോടു കൂടിയാണ്. പക്ഷേ രാഹുലാണെങ്കിൽ കള്ളക്കുറുക്കനാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ രാഹുൽ പറയുമ്പോൾ, ആ മോനെ കയറി വാ എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് സ്വീകരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർക്ക് ചായയും പലഹാരമൊക്കെ ഇങ്ങനെ സച്ചിയുടെ ഭാര്യ സാവിത്രി കൊടുന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ആ പലഹാരമൊക്കെ കഴിക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം ഇന്നുവരെ അറിഞ്ഞിട്ടില്ല മോളെ, നീയൊന്ന് പറഞ്ഞു കൊടുത്ത് നമ്മുടെ അമ്മയുടെ കൈപ്പുണ്യമൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും മകളുടെ മുഖത്ത് വലിയൊരു സന്തോഷമൊന്നുമില്ല കേട്ടോ. എന്നാൽ ഈ സമയം പോലീസ് സ്റ്റേഷനിലെത്തിയ ഇന്ദ്രൻ ഇങ്ങനെ കാര്യങ്ങൾ പറയണം. എന്താണ് നിൻ്റെ അമ്മ ഇങ്ങനെ തലവേദനയായി മറ്റുള്ളവർക്ക് മാറുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ, എൻ്റെ അമ്മയ്ക്ക് ചെറിയൊരു തെറ്റ് പറ്റി. അപ്പോഴേക്കും അവിടെ സുശീല പറയണേ, അതെ, എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ സച്ചിയുടെ കൈകളിൽ നിന്ന് വാങ്ങിയ പണമാണ്. സച്ചിയുടെ മകളുടെ കല്യാണം എൻ്റെ മകനുമായാണ് ഉറപ്പിച്ചത്. പിന്നീട് കാര്യങ്ങളൊക്കെ മാറ്റിമറിഞ്ഞതൊക്കെ അറിഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നിങ്ങൾ പറയുന്ന കള്ളത്തരം ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ട. അപ്പോൾ സച്ചി സാറ് തന്ന സ്വർണം തന്നെയാണ് ഇതൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ വിശ്വസിക്കില്ല കേട്ടോ. ഇതേ സമയം ഇന്ദ്രനോട് പറയണം, നിൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾക്ക് ഞങ്ങൾ മൂല്യം കൽപ്പിക്കില്ല. സച്ചി പറയുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും നിൻ്റെ അമ്മയെ വെറുതെ വിടും, ഇല്ലെങ്കിൽ ജയിലറക്കുള്ളിൽ. സ്വർണം റോൾഡ് ഗോൾഡ് കൊണ്ടുവന്ന് കടക്കാരനെ പറ്റിച്ചതിൽ എന്ന് പറയും കേട്ടോ. ഇതേ സമയം ഇങ്ങനെ ഗോകുലൊക്കെ ഇങ്ങനെ തമാശ പറഞ്ഞിരിക്കുന്ന സമയത്താണ് സച്ചിക്ക് ഫോൺ കോൾ വരുന്നത്. ഇതിപ്പോൾ SP ആണല്ലോ, സ്ഥലത്തെ SI എന്തിനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ സച്ചി ഫോണെടുത്ത് കുറച്ച് അപ്പുറത്തോട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം എന്താ SP വിളിച്ചതെന്നൊക്കെ പറയുമ്പോൾ, അതേ, ഞങ്ങൾ വിളിച്ചത് ഇന്നൊരു കാര്യം പറയാനാണ്. ഈ പറയുന്ന സുശീല പറയുന്നു, നിങ്ങൾ കൊടുത്ത സ്വർണ്ണാഭരണം ആണെന്ന് റോൾഡ് ഗോൾഡ് ആണെന്ന്. റോൾഡ് ഗോൾഡ് എന്നോ? എന്ത് റോൾഡ് ഗോൾഡ്? നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ ഒരിക്കലും റോൾഡ് ഗോൾഡ് ആരെയും കൊടുത്ത് പറ്റിച്ചിട്ടില്ല, വിൽക്കാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സുശീലയുടെ പേര് വെളിപ്പെടുത്തിയിട്ട് അവർ പറയുന്നത്, നിങ്ങൾ മകളുടെ കല്യാണത്തിന് അവർക്ക് കൊടുത്ത സ്വർണ്ണാഭരണമാണെന്ന്. നേരാന്നോടെ? നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഇവരുടെ പേരിൽ കേസ് എടുക്കേണ്ടതെന്നൊക്കെയാണ് SI പറയുമ്പോൾ അവിടെ സച്ചി പറയാം, അതാണോ അത്? അവർ പെട്ടെന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ SIക്ക് അറിയാമല്ലോ. പെട്ടെന്ന് എൻ്റെ മകളെ വേറൊരാൾക്ക് കെട്ടിച്ച് കൊടുക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നല്ലോ. അപ്പോൾ ആ സമയം ആ തിരക്കിനിടയിൽ ഇവർ സ്വർണം വന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് ഞാൻ അവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആ ഒരു ഓർണമെൻറ്റ്സാണ് എടുത്തു കൊടുത്തതെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് പോലീസ് അറിയാം. അപ്പം സച്ചി അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമില്ല, അവരെ അറസ്റ്റ് ചെയ്യേണ്ട വിട്ടേക്കെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഈ സമയം സച്ചിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ സുശീലയ്ക്ക് സമാധാനമാവാണ്. അങ്ങനെ സുശീലയോട് SI പറയണേ, നിങ്ങൾ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ചെയ്ത അതിലും വലിയ ചെറ്റത്തരമാണ്. കാരണം സച്ചിയുടെ മകളുടെ കല്യാണം മുടങ്ങി എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ അയാൾ നിങ്ങളുടെ മകനാണ് കല്യാണം കഴിക്കുന്നതെന്ന് കരുതിയിട്ട് സച്ചി റോൾഡ് ഗോൾഡ് ആണെന്ന് ഓർമ്മയില്ലാതെ നിങ്ങളുടെ കൈകളിൽ തരുമ്പോൾ നിങ്ങൾ ഈ വിവാഹം മുടങ്ങിയാൽ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ആ സ്വർണ്ണം നിങ്ങളങ്ങ് തിരിച്ചു കൊടുക്കില്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുശീല അവിടെ ഒന്ന് പതുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇതേസമയം ഇന്ദ്രനെ ദേഷ്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ ഈ വാക്കുകളെല്ലാം രാഹുലും ബിന്ദുവും സാവിത്രിയും ഗോകുലൊക്കെ കേട്ടിരിക്കുകയാണ്. സാവിത്രി പറയണം, ആഹാ, ഞാനിങ്ങനെ മനസ്സുരുകയായിരുന്നു നമ്മുടെ മകൾക്ക് മേടിച്ച സ്വർണ്ണാഭരണങ്ങളെല്ലാം സുശീല കൊണ്ടുപോയെന്ന്. പക്ഷേ ഇത്രയും വലിയൊരു ഡിസ്റ്റ് നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചതായി അറിയില്ല. പിന്നെ നമ്മുടെ അച്ഛൻ സ്റ്റാറല്ലേ എന്നൊക്കെ ഇങ്ങനെ ഗോകുൽ പറയാം. അപ്പോഴും ഇന്ദുവിൻ്റെ മുഖത്ത് സന്തോഷമില്ല കേട്ടോ. അങ്ങനെ ഗോകുൽ പറയാണ്, നമ്മുടെ അച്ഛൻ അറിഞ്ഞുകൊണ്ട് കൊടുത്തത് തന്നെയാണ്, റോൾഡ് ഗോൾഡ് സ്വർണം കൊടുത്ത് അവരെ പറ്റിച്ചതാണ്, അവരെ ശരിക്കും ജയിലിൽ തള്ളിവിടേണ്ട കേസായിരുന്നു. പക്ഷേ ആ സത്യനെ ആലോചിച്ച് മാത്രമാണ് ഇത് ചെയ്യാത്തതെന്നൊക്കെ ഇങ്ങനെ പറയാം.
അപ്പോഴാണ് രാഹുലിന് ഒരു ഫോൺ കോൾ വരുന്നത്. മൃദുലയാണ് കേട്ടോ. അങ്ങനെ മൃദുലയുടെ ഫോൺ കോൾ വന്ന ഉടൻ തന്നെ രാഹുൽ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ഇന്ദു വന്നിട്ട് രാഹുലിനോട് പറയാണ്, എന്തിനാ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തത്? നിങ്ങളിന്ന് ലീവ് എടുത്തതല്ലേ, എന്നോട് വാക്ക് തന്നതല്ലേ, എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറയുമ്പോൾ, അതെ എനിക്കെൻ്റെ ജോലിയാണ് വലുത്. പെട്ടെന്ന് ജോലിയിൽ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നേരിടേണ്ടത് ഒരു ഡോക്ടറുടെ കടമയാണ്. അപ്പോൾ തന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഗോകുലും സച്ചി അങ്ങോട്ടേക്ക് എത്തണം. അപ്പോൾ രാഹുൽ പറയണേ, എനിക്ക് പെട്ടെന്നൊരു സർജറി ഉണ്ട്, അങ്ങോട്ടേക്ക് എത്തണം. അത് കേട്ട ഉടൻ തന്നെ ഗോകുൽ പറയണേ, ഇന്ന് ലീവല്ലേ, പിന്നെ എന്താ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ രാഹുൽ പറയണേ, ലീവാണ്, അതൊക്കെ ശരിയാണ്, പക്ഷേ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് എമർജൻസി ലീവ് വരിക എന്നറിയില്ല. അപ്പോഴേക്കും ഗോകുൽ ചോദിക്കുകയാണ്, വല്ല ആക്സിഡൻ്റ് ആണോ രാഹുലെ എന്ന് ചോദിക്കുമ്പോൾ, ഈ ആക്സിഡൻ്റ് ഒന്നല്ല, ഐ സിയിൽ കിടക്കുന്ന പേഷ്യൻ്റ് പെട്ടെന്ന് ക്രിട്ടിക്കലായിരിക്കുകയാണ്, അവർക്ക് കോമ സ്റ്റേജിലോട്ട് ഇനി പോകും ആ സർജറി നടത്തിയില്ലെങ്കിൽ, അതുകൊണ്ട് ആ സർജറി നടത്താനാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴൊക്കെ എന്തുവിൻ്റെ മുഖം വല്ലാത്ത ടെൻഷനാണ്. അങ്ങനെ രാഹുൽ പറയാം, എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ സച്ചി പറയണേ, നമുക്ക് തടയേണ്ട മക്കളെ, അവന് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നേരാണ് സുശീല ഉമ്മറത്ത് വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. ഇത് കാണുന്ന രാഹുലിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഈ സമയം സച്ചിയും ഗോകുലും ഇങ്ങനെ മിഴിച്ച് നിൽക്കുമ്പോൾ സുശീല പറയാണ്, ദേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ മകനെ അന്വേഷിച്ച് നിങ്ങളാണ് എൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുന്നത്, എന്നിട്ട് പെണ്ണും തന്നില്ല, ഈ പറയുന്ന സ്വർണം തന്നില്ല, രണ്ടും കള്ളങ്ങളാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം മുക്കുപണ്ടം നിങ്ങൾ തന്നെ വെച്ചോ. ഞാൻ അറിഞ്ഞുകൊണ്ട് സുശീല അങ്ങനെ ചെയ്തതല്ല, ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്നുള്ള സാഹചര്യത്തിൽ നിനക്കത് എടുത്തു തന്നു, പിന്നീട് നീ നല്ല മര്യാദയുള്ള ആളാണെങ്കിൽ നീ അതെനിക്ക് തന്നിട്ടല്ലേ പോകേണ്ടത്. അത് കേൾക്കുന്ന സുശീല ആ സ്വർണ്ണാഭരണങ്ങൾ സച്ചിയുടെ മുഖത്തോട്ട് എറിയുമ്പോൾ ഗോകുലിനങ്ങ് ദേഷ്യം പിടിക്കണത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കെല്ലാം കൂട്ടു നിൽക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട, നിങ്ങളുടെ കാരണം നോക്കി ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒച്ചയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു ശബ്ദം കേട്ടിട്ട് ഇന്ദുവിനെ ആകെ പേടിയാവും കേട്ടോ. അപ്പോൾ രാഹുലിനതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ സമയം ഇങ്ങനെ ഗോകുൽ പറയാണ്, നിങ്ങൾ ഇനി മേലല്ല ഞങ്ങളുടെ മുറ്റത്ത് വന്ന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കി അത് കേട്ട് നിൽക്കാൻ ഞങ്ങൾ നിൽക്കില്ല, നിങ്ങൾക്ക് വേണ്ടത് തരുമെന്നൊക്കെ പറയുമ്പോൾ സുശീല പറയും, ആര് ഞങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് വരുന്നു, ഈ സുശീല എല്ലാം അവസാനിപ്പിച്ചാണ് ഇവിടെ നിന്ന് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് സ്വർണ്ണം എറിഞ്ഞിട്ട് പോകുമ്പോൾ അവിടെ ഗോകുൽ തിരികെ വിളിക്കണം, അതെ നിങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപ നിങ്ങൾക്ക് ചെക്കായിട്ട് ഞങ്ങൾ തന്നിട്ടുണ്ട് സത്യൻ്റെ പേരിൽ, ആ നിങ്ങൾ തിരിച്ചു തരാൻ നോക്കുക എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന സുശീല ഒന്ന് ഞെട്ടിയെങ്കിലും കൂടി തരുവടാ, 2 ദിവസം എന്നൊരു നാളുണ്ടെങ്കിൽ ആ 2 ദിവസത്തിനുള്ള എല്ലാ സ്വർണ്ണങ്ങളും നിങ്ങൾക്ക് തന്നിരിക്കും, അത്ര വലിയ ചെറ്റയൊന്നുമല്ല സുശീലക്ക് അങ്ങനെ നിങ്ങളുടെ പൈസ കണ്ട് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ സുശീല അങ്ങ് ഇറങ്ങിയതിന് ശേഷം രാവിലെ പറയാണ്, ഇക്കണക്കിന് നിങ്ങളുടെ മകളെ ആ സുശീലക്ക് കല്യാണം കഴിക്കുകയാണെങ്കിൽ മകളെ പറ്റി ജീവിച്ചിരുന്നതന്നെ എന്ന് പറയുന്നത് ഗോകുലിനും സച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നീടാണെങ്കിൽ ഇന്ദ്രനെയാണ് കാണിക്കുന്നത്. ഇന്ദ്രനൊക്കെ അങ്ങനെ സത്യൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ക്ഷാമൊക്കെ ഉണ്ട്. അപ്പോൾ സത്യം പറയുന്നത് ഈ അമ്മയെ കൊണ്ട് എന്ത് അപമാനമാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത്. അമ്മ അവിടെ നിന്ന് സ്വർണ്ണങ്ങൾ മേടിച്ചിട്ട് അത് വിൽക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഇതിപ്പോൾ പിടിക്കപ്പെട്ടത് കൊണ്ടല്ലേ അമ്മ ഇതിപ്പോൾ നമ്മളിലൊക്കെ എത്താൻ കഴിഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രൻ പറയുന്നത് ശരിയാണ്. എന്തായാലും കഴിഞ്ഞു. അപമാനത്തിൻ്റെ മുകളിലൂടെ അപമാനമാണ് അമ്മക്കിപ്പോൾ സ്വർണത്തിൻ്റെയിലും ഈ പറയുന്ന പെണ്ണിൻ്റെയിലും ഒക്കെ അപമാനമാണ്. അതുകൊണ്ട് ഒന്നും പറയാൻ നിൽക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ സത്യം പറയാം അതെങ്ങനെ ശരിയാവും, 4 പറയേണ്ട അടുത്ത് പറയുക തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ഇന്ദു ഈ പ്രതിഭയും ഈ അനുപമയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് സുശീല വരുന്നത്. അങ്ങനെ ഇന്ദ്രൻ പറയണേ, അമ്മയോടൊന്നും ചോദിക്കാനും പറയാനും നിൽക്കണ്ട, അമ്മ ചെയ്ത് തെറ്റെങ്ങനെയാണ്, പക്ഷേ അത് ചോദിച്ചാൽ അമ്മയെ ഇങ്ങനെ അപമാനപ്പെടുത്തണ്ടെന്ന് പറയുമ്പോൾ സുശീല അകത്തോട്ടാണ് കയറി പോകണം കേട്ടോ. അങ്ങനെ സുശീല കയറിപ്പോയ സുശീല തിരികെ എന്നെ വന്നിട്ട് പറയണേ, അതേ നിങ്ങളെല്ലാവരും എന്നെ മുഖത്ത് നോക്കി നിൽക്കണ്ട, എനിക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടിയിട്ടുണ്ട്, ഞാനിപ്പോൾ ആ സച്ചിയുടെ സ്വർണ്ണം ഇവിടെ നിന്നും കട്ടതിനല്ലേ, എന്നാൽ എനിക്ക് അങ്ങനെ ഒരു ഇതുമില്ല. സച്ചി എന്ന് പറയുന്നവൻ എൻ്റെ മകനെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണ്, അവൻ പെണ്ണും തന്നില്ല സ്വർണവും തന്നില്ല, ഇത് രണ്ടും ആളെ പറ്റിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഈ തെങ്ങ് എന്ന് പറയുന്ന സാധനം വല്ലാതെ അങ്ങ് വളർന്നു പോകും, പക്ഷേ ഏറ്റവും ഉയരം കൂടിയ തെങ്ങിന് പെട്ടെന്ന് ഇടിമിന്നേൽക്കും. അതുപോലെയാണ് ഈ സച്ചിയുടെ കാര്യം, അവന് വല്ലാതെ അങ്ങ് വളരട്ടെ, പിന്നീട് ഇടിമിന്നലേറ്റ് അവന് പെണ്ണും ഉണ്ടാവില്ല, ഈ പറയുന്ന സ്വത്തും ഉണ്ടാവില്ല. ആ സമയം വരുമ്പോൾ ദൈവം പോലെ അവന് കൂട്ടു നിൽക്കില്ല, ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം തിരിച്ചടി കിട്ടും ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും കേട്ട് മിണ്ടാതെ കണ്ടിട്ട് എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അവിടെ സത്യൻ അങ്ങ് പറയും, എന്തിനാ അമ്മ മറ്റുള്ളവരെ ശപിക്കുന്നത്, അമ്മ ചെയ്തതിനൊക്കെ ഏത് ഇടിവെട്ട അമ്മക്ക് ഏൽക്കാന്ന് അറിയുമോ എന്ന് പറയുമ്പോൾ, ഞാൻ ചെയ്ത തെറ്റ് ഞാനങ്ങ് ഏറ്റോളാം, നീ ഇതിൽ ഇടപെടേണ്ട എന്നൊക്കെ ഇനി പറയണേട്ടാ.
പിന്നീടാണെങ്കിലോ ഇങ്ങനെ മാഷിനെയും കുടുംബത്തെയാണ് കാണിക്കുന്നത്. മാഷ് അനുപമയുടെ വീട് കാണാൻ വന്നിരിക്കുകയാണ്. നല്ല വീട്, നിങ്ങൾ രഘു താമസിച്ചിരുന്ന വീട് പോലെ നല്ല അടിപൊളി വീടാണൊക്കെ എന്ന് പറയുമ്പോൾ അമ്പിളി പറയാണ് ശരിയാണ്, എന്ത് നല്ല വീടാണ്, എന്തായാലും അഞ്ചടിമോളും ഇങ്ങോട്ടേക്ക് വരും എന്നിങ്ങനെ പറയണേ. അപ്പോൾ മാഷിനോട് പറയണേ ഇവിടെ നിൽക്കാൻ സമയമൊക്കെ ആണെങ്കിൽ അവൾക്ക് കോളേജിൽ പോകാനും സുഖമായിരുന്നു എന്നൊക്കെയാണ് പറയണേ. അപ്പോൾ അത് കേട്ടോടെ തന്നെ അത് നീ പറഞ്ഞത് ശരിയാണ്, എന്തായാലും ഇന്ദ്രനോട് സംസാരിച്ച് നോക്കാം, ഇന്ദ്രൻ എന്താ പറയുന്നത് നോക്കട്ടെ. ഇന്ദ്രനോട് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ വെച്ചാൽ അവരുടെ അമ്മ എപ്പോഴാണ് കലിതുള്ളി വരിക, അപ്പോഴാണ് ഭാനുമ്മ ചായയുമായി വരുന്നത് കേട്ടോ. ഇതാ ചായ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, സുശീല ഇതുവരെ എത്തിയിട്ടില്ല, ഉറതുള്ളി വരുന്ന ഒരു ദിവസം വരും, ഇളകുന്ന ഒരു ദിവസം വരും, വരാതിരിക്കില്ല, വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം എന്തായാലും ഇനി എന്തൊക്കെയാണാവോ എന്ന് പറയുമ്പോഴാണ് അനുപമയും ഈ പറയുന്ന ഇന്ദ്രന് കയറി വരുന്നത്. ആരാ ഭാനുമ്മ പുതിയ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്, ആരാണ് ഇവിടെ ഗസ്റ്റ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അമ്പിളി വിളിച്ചും കൊണ്ട് അനു എന്ന് പറയാനേട്ടാ. ആഹാ, എൻ്റെ അച്ഛനും ചേച്ചിയായിരുന്നു കൊതിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ രണ്ടുപേരെയും വരുന്നത്, എന്തായാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് ആ ചോദ്യം വരാനേട്ടാ. ഇല്ല, സുഖമായിരിക്കുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ ഇന്ദ്രനോട് മാഷി പറയണേ എന്തായാലും മക്കളെ നല്ല വീടാണ് നീ എടുത്തിരിക്കുന്നത്. അത് കേട്ട അമ്പിളി പറയണേ നമുക്ക് അങ്ങോട്ടേക്ക് മാറി നിന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് അനുപമയെ അമ്പിളി മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭാനുമ്മ അവർക്ക് ചായ കൊടുക്കുകയാണ്. എന്തായാലും നല്ല വീടാണ്, അടിപൊളി വീട്, ഇനിയിപ്പം നിൻ്റെ അമ്മ ഈ വഴിക്ക് വരുമോ എന്നൊക്കെ പറയുമ്പോൾ ഉടനെ തന്നെ അതൊന്നും ഉണ്ടാവില്ലായിരിക്കും, പിന്നെ ഇപ്പം എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ സുശീല ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, സച്ചിയുടെ പണം 2 ലക്ഷം രൂപ 2 ദിവസത്തിനുള്ളിൽ നീ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്ന് ഇന്ദ്രനോട് പറയുന്നുണ്ട്. അത് മാഷിനോട് പറയുന്നത് കേട്ടോ. അമ്മ ഇങ്ങനെ പറഞ്ഞതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അതൊക്കെ കേട്ടിട്ട് മാഷ് ഇങ്ങനെ എന്തൊക്കെ ചിന്തിക്കുന്നു. എന്നാൽ ഈ സമയം വിനയനെയാണ് കാണിക്കുന്നത്. വിനയൻ ഒരു ചായക്കടയിൽ നിന്ന് ചായ എടുക്കുമ്പോൾ പെട്ടെന്ന് കാണാം അവിടെ നന്ദു തൻ്റെ മുന്നിലൂടെ പോകുന്നു. നന്ദുവിൻ്റെ ഏട്ടൻ മിഥുൻ ഇങ്ങനെ പോകുന്നത് കാണാൻ. അത് കാണുന്ന എന്ന് പറഞ്ഞ് പിറകെ വിളിക്കുമെങ്കിലും മിഥുനെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ മിഥുൻ വണ്ടി എടുക്കണേ. എന്നാൽ ഈ സമയം അവിടെ വിനയനാണെങ്കിലും എന്തായാലും ഇവനെ കണ്ടെത്തിയിരിക്കുന്നു. ഇവൻ്റെ താവളം എവിടെയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും രഘുവേട്ടനെയും ദാസിനെയും വിവരം അറിയിച്ച് അവനെ കൈയോടെ പിടികൂടാൻ ഞാൻ എന്നതിനേക്കാൾ നല്ലത് അതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ അവനെ പിന്തുടർന്ന് പോകുമ്പോൾ പോയി അവൻ എത്തുന്നത് പഞ്ചരത്നത്തിലൂടെ വഴിയിലൂടെ ആയിരിക്കും. ഇതെന്താ ഇവൻ പഞ്ചരത്നത്തിലൂടെ പോകുന്നത്, അപ്പോൾ ദയെ പേടിപ്പെടുത്താൻ തന്നെ ആയിരിക്കും എന്നിങ്ങനെ വിനയൻ മനസ്സിൽ കരുതുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ ചീരു മാത്രമേ ഉള്ളൂ. സാവിത്രി പറയണേ എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് ഒത്തിരി ദിവസമായി, അതുകൊണ്ട് ഞാൻ സരോജിനി കേട്ടോ ഞാനൊന്ന് പോയിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ സരോജിനി അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് ചീരു ഒറ്റക്കാവുകയാണ്. അയലുമലുള്ള ഡ്രസ്സ് എടുത്ത് വരുമ്പോഴാണ് ഇവിടെ മിഥുൻ ഇങ്ങനെ ഉമ്മറത്ത് നിൽക്കുന്നത് കേട്ടോ. മിഥുനെ കാണുന്ന ചിരുവിന് ഓർമ്മ വരികയാണ്. ഇത് ഈ നന്ദുവിൻ്റെ ജ്യേഷ്ഠൻ മിഥുന് ഇവർ രണ്ടാളും ഒരേ മുഖമാണ്, ടിൻസാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഇവനെ കണ്ടുവിടെ തന്നെ നീയാടാ എൻ്റെ ദയെ പേടിപ്പെടുത്തിയതിൽ എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് കൂടുതലായി സംസാരിക്കാനൊന്നുമില്ല, എനിക്ക് ദയെ കാണണം, അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ നടക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ച പോരല്ലോ എന്ന് പറഞ്ഞിട്ട് ചിരുവിനെ ഒരൊറ്റ തട്ടങ്ങ് തട്ടിയിട്ട് ചിരുവിൻ്റെ കയ്യിലുള്ള സാരി അങ്ങ് തട്ടിയതിന് ശേഷം അകത്തോട്ട് അങ്ങ് കയറി പോവാണ് കേട്ടോ. ഇതേസമയം ചീരും വിടില്ല, അയാളുടെ പിറകെ ചെല്ലാണ്. അപ്പോൾ ഇവിടെ ഇല്ല. അപ്പോഴേക്കും ചിരുവിൻ്റെ റൂമിലോട്ട് ചെല്ലാണ്. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ചിരുവിന് ദേഷ്യം പിടിച്ചിട്ട് ഒരൊറ്റ ഉന്താന്ന് മിഥുനെ ഉന്താണ്, മര്യാദക്ക് മാറി നിൽക്കടാ എന്ന് പറയുമ്പോൾ മിഥുന് ദേഷ്യം പിടിച്ചിട്ട് പറയണേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് ദയെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ദയെ കാണുകയും ചെയ്യും, നിങ്ങൾ മുന്നിൽ നിന്ന് മാറി നിൽക്കുന്ന പറയുമ്പോൾ ചീരു സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ ചീരൊറ്റ ഉന്തങ്ങ് ഉന്തുമ്പോൾ ദേഷ്യം പിടിച്ച് മിഥുൻ ചീരുവിൻ്റെ കരണത്തടിക്കുമ്പോൾ ഇപ്പുറത്ത് വിനയനെ കാണിക്കുന്നുണ്ട് കേട്ടോ. വിനയം ഫോളോ ചെയ്ത് വരുന്ന സമയത്ത് വിനയൻ്റെ ബൈക്ക് പെട്ടെന്ന് എണ്ണ തീർന്ന് ഒരു സൈഡിലോട്ട് വെക്കുന്നുണ്ട്. പിന്നീട് വിനയം ഓട്ടം ഓടിയിട്ടാണ് ഈ വീട്ടിലെത്തുന്നത് കേട്ടോ. അപ്പോഴേക്കും ചിരുവിൻ്റെ റൂമിൽ ഇങ്ങനെ മിഥുൻ ഇങ്ങനെ കയറി പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ പഞ്ചരത്നത്തിൽ വരുമ്പോൾ വിനയം കാണുന്ന കാഴ്ച ചീരു അയലുമെന്ന് എടുത്ത ഡ്രസ്സുകൾ ഇങ്ങനെ കിടക്കുന്നതായിരിക്കും. അത് കാണുന്ന വിനയനാകെ പേടിയാവുന്നു. പിന്നീട് ഒന്നും നോക്കില്ല, പഞ്ചരത്നത്തിൻ്റെ ഉള്ളിലോട്ട് വിനയനങ്ങ് ഇടിച്ച് കയറണം കേട്ടോ. അതായത് തൻ്റെ ബൈക്ക് കിടന്നിട്ട് ഒരു സൈഡിൽ നിർത്തിയിട്ട് അവിടുന്ന് ഓട്ടം ഓടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ചീരുവിനെ മിഥുന് ദയ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ദയ ഇവിടെ ഇല്ലടാ, നിന്നോട് പറഞ്ഞ് മര്യാദക്ക് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞിട്ട് ഒരു ഉന്തുമ്പോൾ ദേഷ്യം പിടിച്ച് മിഥുന് ചിരുവിനെ കാരണം നോക്കി അടിക്കുന്നത് കണ്ടിട്ടാണ് വിനയം വരുന്നത്. പിന്നീട് വിനയം ഒന്നും നോക്കില്ല, തലങ്ങും വിലങ്ങും ഇട്ടിട്ട് മിഥുനെ അടിക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ തല്ലുകൂടുന്നതിനിടയ്ക്ക് മിഥുൻ എന്ത് ചെയ്യും, ചിരുവിൻ്റെ റൂമിലോട്ട് വിനയനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് പുറത്തുനിന്ന് ഡോറ് പൂട്ടിയിട്ട് അങ്ങ് പോവുകയാണ്. ഇതേസമയം ചിരുവിനെ ഇത് കണ്ടു നിൽക്കാൻ കഴിയില്ല. ആഹാ, നിങ്ങളുടെ അഭിനയം കൊള്ളാം, നിങ്ങൾ എന്ന മനുഷ്യനെ എനിക്ക് നന്നായി അറിയാം, നിങ്ങളിപ്പോൾ ആ മിഥുനും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്നെ നിങ്ങൾ വരുതിക്കാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അത് നടക്കില്ല എന്ന് പറയണേ.
ഇതേ സമയം ഇല്ല ചിരു ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ വിനയം പറയെങ്കിലും ആ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കില്ല. അങ്ങനെ ഈ സമയം നിങ്ങളുടെ ഫോണും തന്നാൽ നന്നായിരുന്നു, എൻ്റെ അച്ഛനെയും അമ്മാവനെയും ഈ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അതായത് രഘുവിനെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഫോണ് ഇല്ല എന്ന് പറയണേട്ടാ. ഞാൻ തല്ലിടുന്നതിനിടയ്ക്ക് എവിടെയും ഫോണ് വീണിരിക്കുന്നത് എൻ്റെ പോക്കറ്റിലില്ല. ആഹാ, നിങ്ങളുടെ അഭിനയം കൊള്ളാം. ഇപ്പം ഞാൻ സംശയിച്ചത് ശരിയായി. നിങ്ങളും ആ പറയുന്ന മിഥുനും ഒരുമിച്ച് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പ്ലാനാണ്. ഇല്ല ചിരു, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ കുട്ടികളെ തൊടാൻ ശ്രമിക്കുന്ന സമയത്ത് ചിരു കൈകൾ തട്ടിമാറ്റണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ബന്ധങ്ങളൊന്നും ഇല്ലയെന്ന്, ഇനി അതും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ വിനയന് ഭയങ്കര സങ്കടമാവുകയാണ് കേട്ടോ. അപ്പോഴാണ് രഘുവിനെ ഇങ്ങനെ അനുപമയെ കാണിക്കുന്നത്. അനുപമ അങ്ങനെ അലക്കുന്ന സമയത്ത് മഞ്ചാടി എത്തിയിരിക്കുകയാണ്. അങ്ങനെ മഞ്ചാടി ഇങ്ങനെ മഞ്ചാടിക്ക് ഡ്രസ്സുകളൊക്കെ അലക്കിയെടുത്ത സമയത്ത് മഞ്ചാടി പറയും, നല്ല വീട്, അടിപൊളി വീട്, എന്തായാലും ഇവിടുന്ന് തൊട്ടടുത്ത് നിന്ന് എനിക്കിങ്ങനെ കോളേജിലോട്ട് പോകാൻ നല്ല സുഖമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നീ ഇവിടെ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവിടെ ഈ പറയുന്ന എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അതായത് മഞ്ചാടി തുടങ്ങുകയാണ്, ഇനിയിപ്പോൾ സുശീലാൻറ്റി വന്നു കഴിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കും, അതാണ് എൻ്റെ പേടിയെന്ന് പറയുമ്പോൾ അവിടെ അനുഭവം പറയണ ഒരിക്കലും ഉണ്ടാക്കില്ല. കാരണം എന്നെ ആ വീട്ടിൽ നിന്ന് അപമാനിച്ചിറക്കിയ അഭിമാനമുള്ള അമ്മ ഒരിക്കലും ഇങ്ങോട്ടേക്ക് കയറില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. എന്തായാലും ഇനി അകത്തോട്ട് ചെല്ല്, വെച്ചുമോൻ്റെ അടുത്തോട്ട് ചെല്ലുക എന്ന് പറഞ്ഞിട്ട് മഞ്ചാടിയെ പറഞ്ഞു വിടുകയാണ്. പിന്നീടാണെങ്കിലോ ഈ വിനയൻ്റെ ബൈക്ക് ഇങ്ങനെ രഘുവും അമ്പിളിയും മാഷും കൂടി ഇടയിൽ ബൈക്ക് നിർത്തിയിരിക്കുന്നത് കാണുകയാണ്. അത് കണ്ട ഉടനെ തന്നെ വണ്ടി നിർത്തിയിട്ട് ഇതെന്താ നമ്മുടെ വിനയൻ്റെ ബൈക്കാണല്ലോ എന്ന് മാഷ് പറയുന്നുണ്ട്. ശരിയാണ് എന്ന് പറയുമ്പോഴേക്കും അമ്പിളി പറയുന്നത്, നമ്മുടെ വിനയൻ ഈ ഭാഗത്തുണ്ടെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും അപകടം സംഭവിക്കും, അവനൊരു വട്ടനാണ്, എപ്പോഴാണ് വട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. അപ്പോഴേക്കും രഘു പെട്ടെന്ന് ചിരുവിൻ്റെ ഫോണിലോട്ട് വിളിച്ചു കൊടുക്കുകയാണ്, പക്ഷേ എടുക്കുന്നില്ല. അങ്ങനെ വിനയൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. അങ്ങനെ മാഷിനോട് കാര്യങ്ങൾ പറയാൻ രണ്ടുപേരും എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ മാഷിന് പേടിയാവാണ്, ചിരുവിൻ്റെ കാര്യത്തിൽ അമ്പിളിക്കും പേടിയാവാണ്. അങ്ങനെ അവർ പഞ്ചരന്ധത്തിലോട്ട് വരികയാണ് കേട്ടോ. ഇതേസമയം ഫോൺ അടിക്കുന്നത് കേൾക്കുമ്പോൾ വിനയം ഒരുപാട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വിനയം പറയുന്നുണ്ട്, നിന്നെ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയിരുന്നത്, നീ എൻ്റെ അടുത്താണ് നിൽക്കുമെങ്കിലും കൂടി ചിരുപ്പം നീ എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ, എങ്കിലും കൂടി ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ പരസ്പരം ആ ഒരു ഇത് പറയുന്ന ആ ഒരു സീനിലൊക്കെയാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി രഘുവാണ് ഇവരെ പുറത്തു നിന്നും പൂട്ടിയ നന്ദുവിൻ്റെ അതായത് മിഥുനുണ്ടല്ലോ, മിഥുൻ ഈ ഫൈറ്റിനിടയ്ക്ക് ഈ വിനയനെ റൂമിലിട്ട് പൂട്ടുന്നുണ്ടല്ലോ, അപ്പോൾ തുറന്നു കൊടുക്കുന്നത് എന്തായാലും രഘുവാണ്. പക്ഷേ ചിരു ഇവിടെ തെറ്റിദ്ധാരണയിലൂടെയാണ് ചിരു വീണ്ടും മുന്നോട്ട് പോകുന്നത് കേട്ടോ.